ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ ചെയ്യേറ്റാണ് ഗായ്സ് ഷോർട്സിന് വ്യൂ വരാത്തത്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഈ വീഡിയോയിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും സ്റ്റെപ്പുകൾ മിസ്സായിപ്പോയാൽ നിങ്ങളുടെ ഷോർട്സ് വൈറലാവുകയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്കിത് കുറച്ച് ഷോർട്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഷോർട്സ് കാണാം നിങ്ങൾക്കിവിടെ. അപ്പോൾ ഈ ഷോർട്സ് നിങ്ങൾ നോക്കി ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഈ തംബ്നെയിൽ കണ്ടിട്ട് ഏതെങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതെന്താണ് സംഭവം എന്ന് നോക്കാൻ തോന്നിയോ? നിങ്ങൾക്ക് ഇതിൽ തോന്നിയില്ലെങ്കിലും വേറെ ഷോർട്സ് തോന്നിയേക്കാം. അപ്പോൾ എനിക്ക് ബസ്സിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, ഈ ന്യൂ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്താണ് ആ ഒരു അപ്ഡേറ്റ് എനിക്ക് നോക്കാൻ തോന്നി. അവർ ആ ഒരു തംബ്നെയിൽ കൊണ്ടാണ് നമുക്ക് പല വീഡിയോസിലും അങ്ങനെ ക്ലിക്ക് ചെയ്ത് അതെന്താണ് സംഭവം എന്ന് നോക്കാൻ തോന്നുന്നത്. അപ്പോൾ അതുപോലത്തുള്ളൊരു തംബ്നെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേറ്റാണ് ഗൈസ് നിങ്ങൾക്ക് അങ്ങനെ വ്യൂ കിട്ടാത്തത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ അത് നിങ്ങൾ സോൾവ് ചെയ്തിരിക്കുക. അപ്പോൾ ആ തംബ്നെയിലൊക്കെ എങ്ങനെ വെക്കാമൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നേരെ ഒരു ഷോട്ട് അപ്ലോഡ് ചെയ്യാം. നമ്മളിത് ഷോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഷോട്ട് എത്ര സെക്കൻഡ്സ് ആണുള്ളത്, നിങ്ങളുടെ 15 സെക്കൻഡ് ആണെങ്കിൽ 15 സെക്കൻഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയാണെങ്കിൽ 15 സെക്കൻഡ്സിൻ്റെ മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ ഞെക്കിയിട്ട് 3 മിനിറ്റ്സ് ആക്കി കൊടുക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിത് ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ഷോട്ട് അപ്ലോഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ചെറുതായൊരു ഷോട്ടല്ല വെറുതെ ഒന്ന് എടുത്തതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഡണ്ണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രോസസ്സിങ് നടക്കും, അതിനൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക. എന്നിട്ട് സോങ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ സോങ് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നമ്മളൊരു വീഡിയോയുടെ സെക്കൻഡ്സും ടൈറ്റിലിൻ്റെ നേരെ ഇപ്പുറം കാണാൻ പറ്റും. അവിടെയുള്ള ഒരു പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ ഞാൻ ഡെമോ ഒക്കെ എടുത്ത വീഡിയോ ആണ്. ഇതിൽ പ്രത്യേകിച്ച് തംബ്നെയിൽസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതാണോ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നത് രീതിയിലുള്ള തംബ്നെയിൽ നിങ്ങളിത് ഇവിടെ ഏത് സെക്കൻഡ്സിലും നിങ്ങൾക്ക് ചേർത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നീക്കി വെക്കാവുന്നതാണ്. ഏത് സെക്കൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് നീക്കി വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതെന്താണ് സംഭവം എന്ന് നോക്കാൻ തോന്നും. അപ്പോൾ അത് ഇപ്പം തന്നെ ചെയ്തേക്കുക ഗൈസ്. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ YT സ്റ്റുഡിയോ പോയിട്ട് എഡിറ്റ് ചെയ്താൽ നിങ്ങൾക്കത് പിന്നെ മാറ്റാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് തംബ്നെയിൽ വെക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ടൈറ്റിൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ എന്താണ് അപ്ഡേറ്റ് നോക്കാൻ വിചാരിച്ചു. അതുപോലത്തെ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ അവിടെ കൊടുക്കുക, കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള. പിന്നെ വരുന്നത് വിസിബിലിറ്റിയാണ് ഗൈസ്. അപ്പോൾ വിസിബിലിറ്റി നിങ്ങൾ സാധാരണയിൽ ഫസ്റ്റ് നമ്മൾ എല്ലായിടത്തും നമ്മുടെ ഷോട്ട് വൈറലാകേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കും, പബ്ലിക്കായിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യും. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങളുടെ ഷോർട്സ് വൈറലാകാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അൺലിസ്റ്റഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അൺലിസ്റ്റഡ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് 10 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക്ക് YT സ്റ്റുഡിയോ പോയിട്ട് പബ്ലിക്ക് ആക്കാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ പബ്ലിക് ആക്കി അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ആദ്യം അൺലിസ്റ്റഡ് ആക്കിയേക്കാം. അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് വ്യൂ അങ്ങനെ കിട്ടത്തില്ല. കാരണം അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഷോട്ടിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് അവർ കണ്ടാൽ അങ്ങനെ ലിങ്ക് കൂടിയാണ് അവർക്ക് ഈ ഒരു ഷോട്ട് കാണാൻ പറ്റും. അല്ലാതെ അവർക്ക് ഷോർട്സ് വ്യൂ വരത്തില്ല. പിന്നെ നിങ്ങൾ YT സ്റ്റുഡിയോ പോയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് YT സ്റ്റുഡിയോ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. അതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാം. അടുത്തത് വരുന്നത് സെലക്ട് ഓഡിയൻസ് ആണ്. നമ്മൾ ഓഡിയൻസിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ ഷോട്ട് കിഡ്സിന് വേണ്ടിയാണ് നിർമ്മിച്ചതെങ്കിൽ യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക, അല്ലെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കലാണ് ഏറ്റവും ബെറ്റർ.
അതാണ് തോന്നുന്നു കുറച്ച് വ്യൂ കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വ്യൂ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ താഴത്ത് കാണാം. അടുത്തത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഡു നോട്ട് റെസ്ട്രിക്ട് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18. അതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മുകളിലത്തെ സെലക്ട് ചെയ്യരുത്. അപ്പോൾ നമ്മളത്തെ സെലക്ട് മറ്റേത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഓഡിയൻസിൽ സെറ്റ് ചെയ്യാൻ വരുന്നത്. പിന്നെ വരുന്നത് റിലേറ്റഡ് വീഡിയോ ആണ്. ഇപ്പോൾ ഈ ഷോർട്ടിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോനും നിങ്ങൾക്ക് വ്യൂ കിട്ടും. ഇനി നിങ്ങൾ നേരെ അപ്ലോഡ് ഷോട്ട് കൊടുത്ത് അപ്ലോഡ് ചെയ്യുക. നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഷോർട്സ് ഇവിടെ അപ്ലോഡ് ആവുന്നത് കാണാം. അപ്പോൾ അപ്ലോഡ് ആവുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷോർട്ട് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മൾ കണ്ടൻറ്റ് പോയിട്ട് നമ്മൾ ഷോർട്ട് എടുക്കുക. നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഒരു പെൻ ഐക്കൺ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കും നമ്മുടെ തംബ്നെയിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താലോ, പക്ഷേ അത് പറ്റില്ല ഗൈസ്. നിങ്ങൾ എവിടെ ക്ലിക്ക് ചെയ്താലും ഇനി അപ്ലോഡ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തംബ്നെയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം 10 ഹാഷ്ടാഗെങ്കിലും കൊടുക്കുക. പിന്നെ നമ്മൾ ടൈറ്റിൽ കൊടുക്കേണ്ടത് 2 ഹാഷ്ടാഗും കൊടുക്കുക. പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ അൺലിസ്റ്റഡ് ആയിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്, അപ്പോൾ അത് നിങ്ങൾ നേരെ പബ്ലിക്കിലേക്ക് മാറ്റുക. പിന്നെ നിങ്ങൾ താഴെ കാണും ടാഗ്സ്, ഷോർട്സ്, കാറ്റഗറി എന്നൊക്കെ കണ്ടിട്ട്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ തന്നെ കാണാം ആഡ് ടാഗ്സ്. നിങ്ങളെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ് നിങ്ങൾ കൊടുക്കുക ഷോർട്ടിൻ്റെ. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ആ ഒരു നിങ്ങളുടെ ഷോർട്ടിലെ റിലേറ്റഡ് എന്താണോ, നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലാണോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് യൂട്യൂബ് ഈ ഷോർട്ട് ഉൾപ്പെടുത്തും. അതാണ് ടാഗ് അങ്ങനെ കൊടുത്തേക്ക്. നിങ്ങളെ വ്യൂ കുറവുള്ളവർക്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഓൺലി ഓഡിയോ റീമിക്സ് എന്ന് കാണാം, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോവും ഓഡിയോവും മറ്റുള്ളവർക്ക് റീമിക്സ് മീൻസ് നമ്മുടെ ഈ ഷോട്ട് മറ്റുള്ളവർക്കും നമ്മൾ ഓഡിയോ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഷോട്ട് വെച്ചോ അവർക്ക് ചേഞ്ചൊക്കെ വരുത്തിയിട്ട് നമ്മുടെ അതേ കോപ്പി ചെയ്തിട്ട് അവർക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഷോർട്സ് റീമിക്സ് എന്ന് പറയുന്നത്. അവരിങ്ങനെ നമ്മുടെ കോപ്പി ചെയ്തിട്ട് വീഡിയോ അവരുടെ ഷോട്ടോ അവർക്ക് എന്താണ് അപ്ലോഡ് ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രോബ്ലം ചിലപ്പോൾ വന്നേക്കാം. ഞാൻ പറഞ്ഞു തരാം എന്താണ്. അവർ നമ്മളുടെ ഇതൊക്കെ കോപ്പി അടിച്ചിട്ട് നമ്മുടെ ഈ ഷോട്ടിൻ വ്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇതിനെ കൊണ്ടൊരു പ്രശ്നം വരുന്നത്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാറ്റഗറിയാണ്. നിങ്ങളിപ്പോൾ ഗെയിംസിൻ്റെ ഷോർട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ഗെയിമിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ പറ്റില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഫോണിലെടുത്താൽ കാണാൻ പറ്റും. പിന്നെ കമൻറ്റ്സ് കാണാം, കമൻറ്റ്സ് ഒക്കെ ഓണാണ്. പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ കാണാം ലൈസൻസ് കൊടുത്തത്. അപ്പോൾ ചൂസ് എ ലൈസൻസ് കാണാം. അതിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഷോർട്ടിന് ഇത്രേ സെറ്റ് ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ പബ്ലിക് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ സേവ് കൊടുത്താൽ നമ്മുടെ ഷോർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വ്യൂ ഒക്കെ കയറുന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.